വെടിവെച്ചൻ കോവിലിൽ +2 വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. യുവാക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ സമീപത്തെ വസ്ത്രശാലയുടെ ചില്ല് തകർന്ന് നെഞ്ചിൽ തുളച്ചു കയറിയതിനെ തുടർന്ന് 18 വയസ്സുകാരൻ മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ നരുവാമൂട് പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ബാലരാമപുരം വെടിവെച്ചാൻ കോവിലിൽ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷം ഒരു +2 വിദ്യാർത്ഥിയുടെ ജീവൻ കവർന്നു. കലിയൂർ സ്വദേശി സുരേഷിന്റെ മകൻ ശിവസൂര്യയാണ് മരിച്ചത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണ പ്രകാരം ടർഫ് കളി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് യുവാക്കൾ തമ്മിൽ തർക്കമുണ്ടായത്. ഇന്നലെ രാത്രി 8:30-ഓടെ പുന്നമൂട് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം ഓഫീസിന് സമീപത്ത് വെച്ചാണ് സംഭവം. ബൈക്കുകളിലെത്തിയ 4-അംഗ സംഘം ശിവസൂര്യയെ വളഞ്ഞിട്ട് ആക്രമിച്ചതായാണ് പോലീസ് പറയുന്നത്. സംഘർഷത്തിനിടെ ശിവസൂര്യയെ സമീപത്തെ വസ്ത്രശാലയുടെ കണ്ണാടിക്കൂട്ടിലേക്ക് തള്ളിയതോടെ ചില്ല് തകർന്ന് ശരീരത്തിലും നെഞ്ചിലും തുളച്ചുകയറി ഗുരുതരമായി പരിക്കേറ്റു. രക്തം വാർന്ന നിലയിൽ ആദ്യം ശാന്തിവിള താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആന്തരിക രക്തസ്രാവമാണ് മരണ കാരണമെന്ന് പോലീസ് അറിയിച്ചു. പരിക്കേറ്റ ശിവസൂര്യയെ ആശുപത്രിയിൽ എത്തിച്ചത് ഒപ്പമുണ്ടായിരുന്ന യുവാക്കളാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് അജിത്, കാർത്തിക്, ആരോമൽ എന്നിവരടക്കം 3 പേരെ നരുവാമൂട് പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായി വ്യാപകമായ തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു.